നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്ന ചില വ്യക്തികളെ, നമ്മളെ ഒരുപാട് സ്നേഹിക്കുന്നു എന്ന് തോന്നുന്ന ചിലരെ ദൈവം എന്തിനാണ് എടുത്തു മാറ്റുന്നതാണ്? അപ്പച്ചൻ്റെ ആരെങ്കിലും മരിച്ചതാണോ? കുറേ ദൈവിക പദ്ധതിയുണ്ട്. അതിലൊന്നാമത്തെ ദൈവിക പദ്ധതി ഞാൻ പറയട്ടെ. സത്യത്തിൽ ഈ നിങ്ങളുടെ മക്കൾ നിങ്ങളിൽ നിന്ന് അകന്നങ്ങ് പോയി, തിരിഞ്ഞു നോക്കുന്നില്ല, ഒരു മൈൻഡും ഇല്ല. നിങ്ങളുടെ മക്കളുടെ മനസ്സിലുള്ള ചിന്തകൾ നിങ്ങൾക്കാണോ അറിയാവുന്നത്, ഉടയവനാണോ അറിയാവുന്നത്? ആലോചിച്ചു, ആർക്കും അറിയാവുന്നത്? ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങളുടെ മക്കളുടെ കുറേ പ്ലാനുകൾ നിങ്ങൾക്കൊന്നും അറിയില്ല. അവർ ഹൃദയത്തിൽ സംസാരിക്കുന്നത് മേളിലുള്ളവനറിയാം. അവരാ സംസാരിക്കുന്ന നടപ്പിലായാൽ നിങ്ങൾ വലിയ അപകടത്തിലെത്തുമെന്നും മുകളിലുള്ളവനറിയാം. അതുകൊണ്ട് അവരെ നിങ്ങളിൽ നിന്ന് അകറ്റിയെന്ന് പറഞ്ഞാൽ നിങ്ങൾ പോയി ചാടാൻ പോകുന്ന വലിയ ഒരു കുഴിയിൽ നിന്ന് അപ്പൻ നിങ്ങളെ സംരക്ഷിച്ചു എന്ന് കണ്ടാൽ മതി. രണ്ടാമത്തെ കാര്യം പറഞ്ഞുതരാം. എന്തുകൊണ്ടാണ് നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്ന ചിലർ നമ്മളിൽ വിട്ടങ്ങ് പോകുന്നത്, അകന്ന് പോകുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ മാത്രം ഈ ഭൂമിയിൽ ചെയ്തു തീർക്കേണ്ട ചില ദൗത്യങ്ങൾ ദൈവം തന്നിട്ടുണ്ട്. ഉദാഹരണത്തിന്, എൻ്റെ ഈ വിരലടയാളം ഈ ഭൂമിയിൽ വേറൊരാക്കില്ല, എൻ്റെ ഒരു തലമുടി ഈ ഭൂമിയിൽ വേറൊരാക്കില്ല, എനിക്കുണ്ടാവത്തുമില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ മാത്രം ഈ ഭൂമിയിൽ ചെയ്തു തീർക്കേണ്ട കുറേ ദൗത്യങ്ങൾ, ആ ദൗത്യങ്ങൾ ഇപ്പം എൻ്റെ കൂടെ ഞാൻ സ്നേഹിച്ച് കൊണ്ടുനടക്കുന്നവരുണ്ടെങ്കിൽ എനിക്കത് ചെയ്യാൻ പറ്റില്ല എന്ന് ദൈവത്തിനറിയാം. അപ്പോൾ എൻ്റെ ദൗത്യം ഞാൻ ഒറ്റയ്ക്ക് പൂർത്തിയാക്കേണ്ടതാണെങ്കിൽ എന്നെ എല്ലാവരിൽ നിന്നും ഒറ്റപ്പെടുത്തി ദൈവം ആ ദൗത്യത്തിലേക്ക് നയിക്കുന്നു. മൂന്നാമത് ഞാനൊരു സംഭവം പറയാം. ചിലപ്പോൾ നമ്മളുടെ കൂടെ കുറേ പേര് ഒന്നിച്ച് നമ്മളൊരു യാത്രയിലാണ്. ഒരു സ്ഥലത്തെത്തുമ്പോൾ ഒരു നല്ല അനുഗ്രഹം നമുക്ക് തരാൻ ദൈവം തീരുമാനിച്ചു. നമുക്ക് തരാൻ, എനിക്ക് തരാൻ. എൻ്റെ കൂടെയുള്ള പലരും അതിന് യോഗ്യരല്ലെന്ന് ദൈവത്തിനറിയാം. അപ്പോൾ ഈ അനുഗ്രഹത്തിലേക്ക് ഞാൻ നടന്നു പോകുമ്പോൾ, അനുഗ്രഹത്തിൻ്റെ വാതിലിൻ്റെ അടുത്ത് എത്തുമ്പോൾ എന്തെങ്കിലും കാരണത്തിൽ അവർ ഞാനുമായിട്ടോ ഞാൻ അവരുമായിട്ടോ ഉടക്കിയിട്ട് അവരെന്നെ ഇട്ടേച്ച് പോകും. ഈ അനുഗ്രഹത്തിൻ്റെ വാതിലൂടെ ഞാൻ മാത്രം കിടക്കുന്നു. അതായത് നിങ്ങളുടെ ജീവിതത്തിലെ അടുത്ത അധ്യായത്തിൽ വരുന്ന വലിയ അനുഗ്രഹത്തിൽ ഇവരുടെ പേരുണ്ടാകാൻ പാടില്ല എന്ന് ദൈവം തീരുമാനിച്ചത് കൊണ്ടായിരിക്കാം ആ സ്ഥലത്ത് വെച്ച് അവരെ കെട്ടി കളഞ്ഞു. നാലാമത് അനുഭവത്തിൽ ഞാൻ പഠിച്ചൊരു പാഠം പറയാം. ദൈവത്തിൻ്റെ ആഗ്രഹം നമ്മൾ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കണമെന്നാണ്. നമ്മുടെ ഹൃദയത്തിൽ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ അല്ലാതെ വേറൊരാളെ സ്നേഹിച്ചാൽ ദൈവത്തിന് ഇഷ്ടാവില്ല. രണ്ട് തരം മനുഷ്യരുണ്ട്. അതായത് ഒരു തരം മനുഷ്യർ ദൈവത്തെ സ്തുതിച്ച് ദൈവത്തെ അള്ളിപ്പിടിക്കുന്നവർ, മറ്റൊരു തരം മനുഷ്യർ ദൈവം തന്നെ നേരിട്ട് അള്ളിപ്പിടിച്ചവർ. ഈ ദൈവം പിടിച്ചവരുടെ പ്രത്യേകത എന്താണെന്ന് പറയുക, ഇവർ എത്ര കുതറിയാലും ദൈവം പിടിച്ചതുകൊണ്ട് ഇവർ തെറിച്ചു പോകില്ല. എന്നാൽ ദൈവത്തെ അള്ളിപ്പിടിക്കുന്നവരുടെ കുഴപ്പമുണ്ട്, അവർ തെറ്റ് ചെയ്താൽ അതേപോലെ ദൈവമായിട്ട് അവരെ കടന്നു പോകും. ഇങ്ങനെ ദൈവം പിടിച്ചു വെച്ചവരുടെ പ്രത്യേകത എന്താണെന്നറിയോ നിങ്ങൾക്ക്? അവർ ദൈവത്തെക്കാളധികം എന്തിനെങ്കിലും സ്നേഹിച്ചാൽ ദൈവം ആ സാധനത്തെ അവരുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റും.